കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം ഇതുവരെയ്ക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോഴത്തേക്ക് ഓടിയെത്തി അടുത്ത ഓണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ എല്ലാവരും ആയിട്ട് പൂ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നുണ്ടോ. അതിന് ഹെൽപ്പൊക്കെ എൻ്റെ ഇത്താൻ്റെ കുട്ടികളും ഇളയമാൻ്റെയും മൂത്തമാൻ്റെ ഒക്കെ മക്കളും ചെറുമക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ചെറിയൊരു പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കൈ കിട്ടിയ പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു സിമ്പിൾ ഒരു പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടുണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോഴത്തേക്ക് നമ്മൾ അടുക്കളയിൽ തകൃതിയായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളിൽ എൻ്റെ കയ്യൊപ്പില്ല കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി നേരെ ടേബിളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ആ മുതിർന്ന ആണുങ്ങളൊക്കെ ടേബിളിൽ ഇരുന്നാണ് കഴിച്ചത്. ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് പോലും പകുതിയിലേറെ എനിക്ക് അറിയാൻ പാടില്ല. പിന്നീട് ഒരു ഇലയിൽ ആർക്കും വിളമ്പുന്നുണ്ടെന്ന് എന്തായാലും എനിക്കല്ല. ഞാൻ തറയിലിരുന്ന കഴിച്ചത്. അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സും അതുപോലെ എൻ്റെ ഇളയമ്മ മുത്തന്മാരെ മക്കളൊക്കെ നിലത്തിരുന്ന കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല. സദ്യക്ക് വേണ്ടി വേറെ കലക്കിച്ചിരിക്കായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് ബോളിയും പായസവും. പിന്നെ ഇപ്രാവശ്യം ഞാൻ പപ്പടവും പഴമൊക്കെ കൂടെ ചേർത്തിട്ടാണ് കുഴച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ കഴിച്ചതോടെ എനിക്ക് ഓർമ്മയില്ല. കഴിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സദ്യയൊക്കെ ഹെവിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഗെയിംസ് കളിക്കാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത്ര